അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ അടുത്ത് ഫിഖ്ഹുസ്സുന്നയിലേക്കൊരു സഹോദരൻ എഴുതി ചോദിച്ച വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒരുപാട് നാളുകളായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ല. പല ചികിത്സാ രീതികളും അദ്ദേഹം ചെയ്തു നോക്കി, അതുപോലെ തന്നെ പല ടെസ്റ്റുകളും നടത്തി. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു പ്രത്യേക കാരണത്താൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം യൂട്രസ് ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട്, ഗർഭാശയത്തിന് വളർച്ചയില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ അനാഥകളായ കുഞ്ഞുങ്ങളെ തങ്ങൾക്ക് ദത്തെടുത്ത് വളർത്താൻ പറ്റുമോ എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ, മരുന്ന് കഴിച്ച് പാലുണ്ടാകുകയും ആ പാല് കൊടുക്കുകയും ചെയ്താൽ അവർക്കിടയിൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ആ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണിത്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകുന്നൊരു വിഷയവുമാണ്. മാത്രമല്ല നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ വളരെയധികം നമ്മൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അനാഥകളുടെ വിഷയം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വളരെ വിശദമായിട്ടുള്ളൊരു മറുപടി ഈ ചോദ്യത്തിന്, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിലുള്ള ചർച്ചകളും പ്രമാണങ്ങളും ഹദീസുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഒക്കെ വെച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഫിഖ്ഹുസ്സുന്ന വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ലഭ്യമാണ്, അത് വായിച്ചു നോക്കുകയും ചെയ്യാവുന്നതാണ്. ഏതായാലും ഒന്നാമത്തെ കാര്യം, അനാഥകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അനാഥകളായ കുഞ്ഞുങ്ങളെ, മക്കളുണ്ടെങ്കിലും ശരി മക്കളില്ലെങ്കിലും ശരി, അനാഥകളായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുകൊണ്ടും ദത്തെടുത്തുകൊണ്ടും നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാം, സംരക്ഷിക്കാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം എന്ന് പറയുന്നത്, ആ അനാഥകളായ കുഞ്ഞുങ്ങളുടെ നസബ്, അവരുടെ യഥാർത്ഥത്തിലുള്ള നസബ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് ചേർത്ത് വിളിക്കരുത്. അതുപോലെ തന്നെ അവരുടെ യഥാർത്ഥ പിതാവ് നിങ്ങളാണ് എന്ന രൂപത്തിൽ രേഖയുണ്ടാക്കാൻ പാടില്ല. ആ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു വളർത്തിയതാണ് എന്ന രൂപത്തിൽ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അഥവാ രേഖയിൽ. അപ്പോൾ ഇവിടെ അത് വളരെ സുപ്രധാനമാണ്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത് വളർത്തിയ കുഞ്ഞായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നാണ്. പക്ഷേ അത് തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വചനം ഇറങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഉഹും ലി ആബാഇഹിം, ഓരോ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ പിതാവിലേക്ക് ചേർത്താണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒരിക്കലും തന്നെ പിതാവ് അല്ലാത്തൊരു വ്യക്തി, അത് അദ്ദേഹത്തെ, ആ കുഞ്ഞിനെ വളർത്തുന്ന വ്യക്തിയാണെങ്കിലും ശരി, അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവരുടെ പിതാവ് ആരെന്ന് അറിയുമെങ്കിൽ ആ അറിയുന്ന പിതാവിലേക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ, മരണപ്പെട്ടു പോയ ആ പിതാവിലേക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പേര് നിലനിർത്തുക. ഇനി പിതാവ് ആരെന്ന് അറിയില്ലെങ്കിൽ പോലും സ്വന്തം പേരിലേക്ക് ചേർത്ത് യഥാർത്ഥത്തിൽ സ്വന്തം മകനാണ് എന്ന രൂപത്തിൽ രേഖകൾ ഉണ്ടാക്കാതിരിക്കുക. ആ രൂപത്തിൽ അവരെ പേര് വിളിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനാഥകളെ എടുത്ത് വളർത്തുക എന്നുള്ളത് വളരെയധികം പ്രതിഫലം നൽകപ്പെടുന്നൊരു പുണ്യകർമ്മമായിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതാകുവാൻ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ആദരവ് ലഭിക്കപ്പെടാതിരിക്കാനൊക്കെ കാരണമാകുന്നതിൽ ഏറ്റവും സുപ്രധാനമായൊരു കാരണം, നിങ്ങൾ അനാഥകളായ കുഞ്ഞുങ്ങളെ ആദരിക്കുന്നില്ല എന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ആദരവ് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനാഥകളെ ആദരിക്കണം, അവരെ നമ്മൾ സംരക്ഷിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഹാകദാ ഫിൽ ജന്ന വഅശാറ ബിസബ്ബാബതിഹി വൽവുസ്താ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, അനാഥകളെ സംരക്ഷിക്കുന്ന വ്യക്തിയും
ഞാനും അന്ത്യദിനത്തിൽ ഇപ്രകാരമായിരിക്കും. എവിടെ? സ്വർഗത്തിൽ. അപ്പോൾ അവർക്ക് സ്വർഗമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളുണ്ടെങ്കിലും ശരി മക്കളില്ലെങ്കിലും ശരി അനാഥകളായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മളോടൊപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്താനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നുവെങ്കിൽ അത് വളരെയധികം ഖൈറുള്ള പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ സ്വന്തം പേരിലേക്ക് എൻ്റെ യഥാർത്ഥ കുഞ്ഞാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ പേര് മാറ്റം വരുത്തിക്കൊണ്ട് അവരെ വളർത്താൻ പാടില്ല. മറിച്ച് അവരുടെ യഥാർത്ഥ പേര് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? വളർത്തണം എന്നർത്ഥം. അവരുടെ പിതാവിൻ്റെ പേര് മാറ്റാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് അവരുമായി മുലകുടി ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഏതൊരു കുഞ്ഞിനെയും, അനാഥയാകട്ടെ അല്ലാത്ത കുഞ്ഞാകട്ടെ, 2 വയസ്സ് തികയുന്നതിന് മുൻപായി 5 തവണ വയറ് നിറയുന്ന രൂപത്തിൽ ഒരു സ്ത്രീ പാല് കൊടുത്താൽ അവർക്കിടയിൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടും. മാത്രമല്ല ആ സ്ത്രീയുടെ ആ പാലിനുള്ള കാരണക്കാരനായി, അഥവാ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഒരു സ്ത്രീക്ക് പാലുണ്ടാകുന്നത്, അപ്പോൾ സ്വാഭാവികമായും ആ പാലിൻ്റെ കാരണക്കാരനായ അവരുടെ ഭർത്താവാരോ ആ ഭർത്താവുമായും അതുപോലെ തന്നെ മുലകുടി ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടും. ഇതാണ് മുലകുടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 വയസ്സ് തികയുന്നതിന് മുൻപ് 5 തവണ ഒരു കുഞ്ഞിന്, അനാഥയാകട്ടെ അനാഥയല്ലാത്ത കുഞ്ഞാകട്ടെ, ഒരു സ്ത്രീ പാല് കൊടുത്താൽ അവിടെ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുകയായി. അവിടെ ആ കുഞ്ഞിൻ്റെ ബന്ധമെന്ന് പറയുന്നത് സഹോദരങ്ങളായി ഈ സ്ത്രീയുടെ പാല് കൊടുത്ത സ്ത്രീയുടെ മക്കൾ മാറും. അവർ പരസ്പരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ആ പാല് കൊടുത്ത സ്ത്രീയുടെ സഹോദരങ്ങൾ ആ കുഞ്ഞിൻ്റെ അമ്മാവന്മാരായി മാറും. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ സഹോദരിമാർ എന്ന് പറയുന്നവർ അമ്മായിമാരായിട്ട് മാറും. അപ്പോൾ അവിടെയൊക്കെ അവരുമായിട്ടൊക്കെയുള്ള വിവാഹ ബന്ധങ്ങൾ നിഷിദ്ധമായി തീരുമെന്നർത്ഥം. അതുപോലെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള പിതാവ്, ആ പിതാവിൻ്റെ മക്കൾ തനിക്ക് മഹറമുകളായിട്ട് മാറും. അതുപോലെ തന്നെ ആ പിതാവിൻ്റെ സഹോദരങ്ങൾ തൻ്റെ മഹറമുകളായിട്ട് മാറും. ഇങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ഏത് രൂപത്തിൽ ബന്ധങ്ങളുണ്ടാകുമോ, മഹ്റമുകളായി നമ്മൾ പരിഗണിക്കുമോ, അതേ കാര്യം മുലകുടി ബന്ധത്തിലുള്ള കുഞ്ഞുമായും നമ്മൾ പരിഗണിക്കുമെന്നുള്ളതാണ്. അനന്തരാവകാശം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം മക്കളെപ്പോലെ തന്നെ അവർ പരിഗണിക്കപ്പെടുന്നതാണ് എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ദത്തെടുത്ത് വളർത്തുന്ന കുഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലോ എന്തു ചെയ്യും? മാത്രമല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ അയാൾ അറിയുന്നത് ഈ കുഞ്ഞ് മുതിർന്ന കുട്ടിയായ ശേഷമാണെങ്കിലോ എന്തു ചെയ്യും? പരസ്പരം ഇടപഴകുന്നതിൽ വിലക്കുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമാനമായൊരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സഹ്ല ബിൻത് സുഹൈൽ റളിയല്ലാഹു അൻഹ. അവർ 2 പേരും ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിയിരുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് സാലിം. നിങ്ങൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സാലിം മൗല അബി ഹുദൈഫ. അപ്പോൾ ഈ സാലിം അദ്ദേഹം ചെറിയ കുട്ടിയായി അവരോടൊപ്പം ആ വീട്ടിൽ വളർന്നു. മാത്രമല്ല ഒരേ വീട്ടിലാണ് അബൂ ഹുദൈഫയും സഹ്ല റളിയല്ലാഹു അൻഹയും സാലിമും കഴിയുന്നത്. എന്നാൽ സാലിം മുതിർന്ന കുട്ടിയായപ്പോൾ സാലിം സഹ്ല റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പ്രവേശിക്കുന്നതും അവരുമായി സ്വാഭാവികമായി മുമ്പ് ഇടപഴകിയിരുന്ന പോലെ ഇടപഴകുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനൊരു അനിഷ്ടമുണ്ടായി. കാരണം ഇപ്പോൾ സാലിം വലിയ കുട്ടിയായി, പഴയ പോലെയല്ല. അപ്പോൾ ഈ ഒരു അനിഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് സഹ്ല റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, സാലിം എൻ്റെ അരികിലേക്ക് വരികയും ഇടപഴകുകയും ചെയ്യുന്നതിൽ അബൂ ഹുദൈഫയ്ക്കൊരു അനിഷ്ടമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്ത് ചെയ്യും റസൂലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അർദിഈഹി യദ്ഹബു മാ ബിവജ്ഹി അബി ഹുദൈഫ. നീ അവന് മുലപ്പാൽ കൊടുക്കണം, അബൂ ഹുദൈഫയുടെ ആ ഒരു അനിഷ്ടം അതോടുകൂടി മാറുമെന്ന് പറഞ്ഞു. ഇവിടെ മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന കുട്ടികൾക്ക് സാധാരണ ചെറിയ കുട്ടികളെ മുലയൂട്ടുന്നത് പോലെ മുലയൂട്ടുക എന്നതല്ല അർത്ഥമാക്കുന്നത്. ഇമാം ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ തൊബഖാത്തിൽ എങ്ങനെയാണ് സഹ്ല റളിയല്ലാഹു അൻഹ മുലപ്പാൽ കൊടുത്തത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് പാലെടുത്തുകൊണ്ട് സാലിമിൻ്റെ അരികിലേക്ക് അത് കൊടുത്തു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ 5 തവണ മുലയൂട്ടിയാൽ നിങ്ങൾക്കിടയിൽ ആ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു നിയമമല്ല. സാലിമിനെ പോലെ ആ മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് വളരുകയും
എന്നാൽ അവർ മുതിർന്ന കുട്ടിയായ ശേഷമാണ് അവർക്ക് ഇങ്ങനെ പരസ്പരം ഇടപഴകുന്നതിൽ പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചിന്തയും ഒരു വിഷമവും അവർക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത്തരം സാഹചര്യമുള്ളവർക്കൊക്കെ ഈ നിയമം ബാധകമാണ് എന്ന് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇന്ത്യയിലെ വളരെ അറിയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭനായ സലഫി പണ്ഡിതനാണ് ഇമാം സുദ്ദീഖ് ഹസൻ ഖാൻ അർ-റൗദ അൻ-നദിയ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഫിഖ് ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ്. അദ്ദേഹം ആജ്ഞിയെ വിവാഹം കഴിക്കുകയും ഭരണാധികാരിയായി മാറുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 2 വർഷത്തിനുള്ളിൽ മുലയൂട്ടണം എന്ന് പറയുന്നതായി വന്നിട്ടുള്ള പ്രമാണങ്ങളും അവയിൽ ചർച്ചയുണ്ടെങ്കിലും ശരി, ആ പ്രമാണങ്ങളും സാലിമിൻ്റെ സംഭവവും തമ്മിൽ എന്തില്ല, വൈരുദ്ധ്യമില്ല. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ. മുലകുടി കാലഘട്ടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് 2 വയസ്സ് തികയുന്നത് വരെയാണ് മുല കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ വചനമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ധാരാളം പണ്ഡിതന്മാർ 2 വയസ്സാകുന്നത് വരെയുള്ള മുലയൂട്ടൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. എന്നാൽ ഇമാം സുദ്ദീഖ് ഹസൻ ഖാൻ പറയുകയാണ്, ഈ പ്രമാണങ്ങളും സാലിമിൻ്റെ സംഭവവും തമ്മിൽ വൈരുദ്ധ്യമില്ല. കാരണം ഈ പ്രമാണങ്ങൾ പൊതുവായി വന്നതാണ്. അപ്പോൾ സാധാരണ നിലക്ക് ഒരു കുഞ്ഞിന് മുല കൊടുക്കുകയാണെങ്കിൽ 2 വയസ്സ് തികയുന്നതിന് മുൻപായി, ഹദീസിൽ വഖബ്ലൽ ഫിതാമി അഥവാ ആ കുഞ്ഞ് മുലകുടി മാറ്റുന്ന അഥവാ 2 വർഷം തികയുന്നതിന് മുൻപ് പാല് കൊടുക്കുകയാണെങ്കിൽ അവർക്കിടയിൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടും. ഇതാണ് സാധാരണ നിലക്കുള്ള നിയമം. എന്നാൽ സാലിമിനെ പോലെ പ്രത്യേകമായ സാഹചര്യങ്ങളുള്ളവരാണ് എങ്കിൽ അത് പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതായ നിയമമാണ്. കാരണം സാലിം അവരുടെ കൂടെ ഒരേ വീട്ടിൽ കഴിഞ്ഞു, വളർന്നു, വലിയ കുട്ടിയായപ്പോൾ സാധാരണ നിലക്ക് തൻ്റെ മകനെപ്പോലെ തൻ്റെ അരികിലേക്ക് വന്നിരുന്ന കുട്ടിയാണ്. എന്നാൽ മുതിർന്ന കുട്ടിയായപ്പോൾ ഒരു വിഷമം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം സഹല റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പ്രവേശിക്കുന്നതിലുണ്ടായി. കാരണം അവർക്കിടയിൽ രക്തബന്ധമില്ല, അതുപോലെ തന്നെ മുലകുടി ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു റുഖ്സ പറഞ്ഞു കൊടുത്തത്, ഒരു ഇളവ് പറഞ്ഞു കൊടുത്തത്. ആ രൂപത്തിലുള്ളവർക്ക് മുലപ്പാൽ ഒരു പാത്രത്തിൽ ശേഖരിക്കുകയും അത് ആ രൂപത്തിലുള്ള കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്താൽ അവർക്കിടയിൽ ആ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടും. അപ്പോൾ അതൊരു ഖാസായ ഒരു നിയമമാണ്. അത് ആ അവസ്ഥയിലുള്ളവർക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണെങ്കിൽ അപ്പോൾ തന്നെ ആ കുഞ്ഞിന് മുല കൊടുക്കണം, പാല് കൊടുക്കണം. അത് തനിക്ക് മറ്റു കുഞ്ഞിൽ നിന്ന് അഥവാ മറ്റു പ്രസവത്തിലൂടെ ഉണ്ടാകുന്ന പാലാണെങ്കിലും അതല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടുണ്ടാകുന്ന പാലാണെങ്കിലും കുഴപ്പമില്ല. ആ പാല് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുമായി മുലകുടി ബന്ധം ഉണ്ടാകുന്നതാണ്. ഇനിയുള്ള വിഷയം അതാണ്, ഒരു സ്ത്രീക്ക് മരുന്ന് കഴിച്ചിട്ട് പാലുണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വഴി പാലുണ്ടാകുകയാണെങ്കിൽ ആ പാല് കൊടുത്താൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുമോ? സ്ഥാപിക്കപ്പെടും. 4 മദ്ഹബിലെയും പ്രഗത്ഭമായ അഭിപ്രായം ഇതുതന്നെയാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, അനിൽ മർഅതി തശ്റബു ശജറ ഫയദുറുഹാ ലബന. ഒരു സ്ത്രീ അവരെന്ത് ചെയ്യുന്നു, അവർ പച്ചമരുന്ന് കഴിച്ചിട്ട് അവർക്ക് പാലുണ്ടാകുകയാണെങ്കിൽ അയ്യുഹരിം, അത് മുലകുടി ബന്ധം അവർക്കിടയിൽ സ്ഥാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത് നഅം, അതേ, അലൈസ ലബനൻ, അതും പാൽ തന്നെയല്ലേ എന്നാണ്. അപ്പോൾ അവിടെ അവർക്കിടയിൽ മുലകുടി ബന്ധം ഉണ്ടാകും എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ അവർ അത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ട് പാലുണ്ടാകുകയും അങ്ങനെ മുലയൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള കുഞ്ഞായിട്ട് ആ കുഞ്ഞ് മാറും. പക്ഷേ അതേ സ്ഥാനത്ത് അവരുടെ ഭർത്താവുമായിട്ട് മുലകുടി ബന്ധത്തിലുള്ള പിതാവായിട്ട് ആ ഭർത്താവ് മാറണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുമുണ്ടായ പാലായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും ഇവർ ഗർഭം ധരിക്കുകയും അതുവഴി ഉണ്ടായ പാലായിരിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം അദ്ദേഹവുമായി മഹറമായി തീരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീ ദത്തെടുത്തു, അവർ മരുന്ന് കഴിച്ചിട്ട് പാലുണ്ടായി, ആ പെൺകുട്ടിക്ക് മുലയൂട്ടി. അപ്പോൾ ഈ സ്ത്രീ ആ കുഞ്ഞിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയായി മാറി. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയുടെ മുലകുടി ബന്ധത്തിലുള്ള മകൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ആ കുഞ്ഞ് മഹറമായി തീരുന്നത്. തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള കുഞ്ഞ് എന്ന അർത്ഥത്തിലല്ല.
കാരണം അത് തന്നിൽ നിന്നുണ്ടായ പാലല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മഹറമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടപഴകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കാരണം റബീബ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ മക്കൾ തനിക്ക് മഹറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആ മഹറം എന്നുള്ള ബന്ധമുണ്ടാകും. വൈവാഹിക ബന്ധം നിഷിദ്ധമായിരിക്കും, പരസ്പരം അടുത്തിടപഴകാം. പക്ഷേ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റു ഭാര്യമാരിൽ മക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ പറയുന്ന ബന്ധം സ്ഥാപിക്കപ്പെടുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ വ്യക്തം. കാരണം ആ പുരുഷനിലൂടെ മറ്റുള്ളവരിലേക്ക് ആ ബന്ധം പോകുകയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള കുഞ്ഞല്ല എന്നർത്ഥം. ഇനി ഇവിടെ ഈ ഒരു സ്ത്രീക്ക് പാലില്ല, മരുന്ന് കഴിച്ച് പാലുണ്ടാകാനുള്ള സാഹചര്യമില്ല, അവരെന്ത് ചെയ്യും? അവരുടെ സഹോദരിമാരെ കൊണ്ടോ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യമാരെ കൊണ്ടോ ആ കുഞ്ഞിന് മുലയൂട്ടാം. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് മഹറമായി തീരും. അപ്പോൾ ഇവിടെ അനാഥകളായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നവർ അവർ 2 വയസ്സിനുള്ളിലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ രൂപത്തിൽ സ്വയം പാലുള്ളവരാണെങ്കിൽ പാല് കൊടുക്കാം. അതല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൂടെ പാല് ഉണ്ടാകുകയാണെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കാം. അല്ലെങ്കിൽ തൻ്റെ സഹോദരിമാരെ കൊണ്ട് ആ കുഞ്ഞിന് എന്ത് ചെയ്യാം? പാല് കൊടുപ്പിക്കാം. അപ്പോഴും തൻ്റെ മഹറമായി തീരും. അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങളുടെ ഭാര്യമാരെ കൊണ്ടും പാല് കൊടുപ്പിക്കാം. അവിടെയും ആ കുഞ്ഞ് തൻ്റെ മഹറമായി തീരുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ദത്തെടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി 2 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ അവർക്കൊരു പാത്രത്തിൽ പാലെടുത്തുകൊണ്ട് അവരെ കൊണ്ട് കുടിപ്പിക്കുക വഴി 5 തവണ കുടിപ്പിക്കുക വഴി മുലകുടി ബന്ധം സ്ഥാപിക്കാം. സ്വാഭാവികമായും ഈ നിയമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന കുട്ടികളാകുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളാകുന്ന വേളയിൽ തന്നെ അവർക്ക് ആ രൂപത്തിൽ പാല് കൊടുത്തുകൊണ്ട് ആ ബന്ധം സ്ഥാപിക്കാം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ആ ലേഖനം ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൻ്റെ ലിങ്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഫിഖുസുന്നയിൽ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ ആ വെബ്സൈറ്റിലും നിങ്ങൾക്കതിൻ്റെ സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. യത്തീംന്നോ അതേപോലെ തന്നെ മുലകുടി ബന്ധം എന്നോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ലേഖനം ലഭിക്കുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അനാഥകളായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമുക്ക് സ്വർഗപ്രവേശനം അർഹമാക്കി തരുന്നതായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.